നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ AC കൂളിംഗ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു കനത്ത ചൂടും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയൊരു വിഷയം വരുന്നത് നമ്മുടെ ACയുടെ കൂളിംഗ് തന്നെയാണ്. അതായത് വാഹനത്തിൽ കയറി എത്രയും പെട്ടെന്ന് കൂളിംഗ് ആക്കുക, ഇതായിരിക്കും നമ്മുടെ മെയിൻ അജണ്ട. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂളിംഗ് ആകുന്നില്ലെങ്കിലോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോയൽ മാത്യു ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ചേട്ടാ, എൻ്റെ കാറിൻ്റെ AC കൂളിംഗ് ആകുന്നില്ല. അപ്പോൾ ഞാൻ AC ഗ്യാസ് ഫിൽ ചെയ്തു. അപ്പോൾ 1 ഡേ കൊണ്ട് ലീക്കായി. പിന്നെ അതിൻ്റെ ആ ട്യൂബൊക്കെ ഉണ്ടല്ലോ, അത് മാറി. അത് കഴിഞ്ഞ് നിറച്ചു, ബട്ട് പിന്നെയും കൂളിംഗ് ഇല്ല. അത് എന്താണെന്ന് റിപ്ലൈ തരണേ പ്ലീസ്. ഷുവറായിട്ടും. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് AC കൂളിംഗ് വരുന്നില്ലെങ്കിൽ 2 കാരണങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ACക്ക് ഗ്യാസ് ഇല്ല, ഗ്യാസ് ലീക്കായി പോയി, ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂവോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള റീസൺ. രണ്ടാമത്തെ കാര്യം വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ കൂളിംഗ് ആകുന്നില്ല, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ എൻജിൻ ഓവറായിട്ട് ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ, അതായത് ഓവറായിട്ട് ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും AC വർക്ക് ചെയ്യത്തില്ല. ഈ ഓവറായിട്ട് ഹീറ്റ് ആകുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നില്ലായിരിക്കും, എഞ്ചിൻ്റെ കൂളൻ്റ് സർക്കുലേഷൻ നടക്കുന്നില്ലായിരിക്കും. ഇൻ കേസ് ഇനി എഞ്ചിനിൽ കൂളൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫംഗ്ഷൻ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ACയും വർക്ക് ചെയ്യുന്നതായിരിക്കത്തില്ല. അപ്പോൾ അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 കാര്യം മാത്രമല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ACയുടെ കംപ്രസറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ ACയുടെ ഗ്യാസ് ലീക്കായി, പൈപ്പ് മാറി എന്ന് പറഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് മാറി കഴിഞ്ഞിട്ട് ഇതിനകത്ത് AC ഗ്യാസ് ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് കൺഫേം ആക്കുക. കാരണം ഒരു പൈപ്പ് മാറിക്കൊണ്ട് ചിലപ്പോൾ ലീക്ക് മാറണമെന്നില്ല. ചിലപ്പം പൈപ്പിന് മാത്രമായിരിക്കത്തില്ല ലീക്ക്, ഇവാപ്പറേറ്റർ അസംബ്ലിക്കോ അല്ലെങ്കിൽ കണ്ടൻസർ യൂണിറ്റിലോ അല്ലെങ്കിൽ ACയുടെ കംപ്രസറിലോട്ട് വരുന്ന പൈപ്പിൻ്റെ അവിടുത്തെ ഓറിങ് പോയാൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ AC ഗ്യാസ് ലീക്കായി പോകും. അതുകൊണ്ട് AC ഗ്യാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഡേറ്റ് ലാസ്റ്റ് പിൻ ചെയ്തിട്ടേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അറിയാൻ സാധിക്കും നമ്മുടെ വാഹനത്തിൽ AC ഗ്യാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ AC ഗ്യാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ പറഞ്ഞൊരു യൂണിറ്റിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്. ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് എല്ലാം അഴിച്ചെടുത്ത് പുറത്ത് അസംബിൾ ചെയ്യും. അതായത് ACയുടെ കണ്ടൻസർ, കംപ്രസർ, നമ്മുടെ ഇവാപ്പറേറ്റർ അസംബ്ലി, പൈപ്പ്, ഈ കാര്യങ്ങളെല്ലാം പുറത്തെടുത്ത് അസംബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്തിടും. അങ്ങനെ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ എയർ ഫില്ല് ചെയ്തിട്ടതിന് ശേഷം ഇതിനകത്ത് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ സോപ്പി സൊല്യൂഷൻ യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി അതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വാഹനം ഓവർ ഹീറ്റ് ആകുന്നുണ്ട്. ഓവർ ഹീറ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞായിരുന്നു. കൂളൻ്റ് ഇല്ലാതെ വന്നാലോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ ഫാൻ കറങ്ങുന്നില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കാണിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ ACയുടെ കംപ്രസറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്. അതായത് AC കംപ്രസറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് AC കംപ്രസറിൽ നിന്ന് AC ഗ്യാസിൻ്റെ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ലൈൻ പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ അതിന് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്, ലൈനിൽ ഗ്യാസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AC കംപ്രസറിന് ഈ ഒരു ഗ്യാസിനെ പ്രഷറൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കും. അങ്ങനെയാണെങ്കിൽ AC കംപ്രസർ മാറണം. പക്ഷേ കംപ്രസർ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കംപ്രസർ അഴിച്ചിട്ട് ഈ കംപ്രസറിനകത്തുള്ള പിസ്റ്റനോ കാര്യങ്ങളോ ഒക്കെ തേഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിനകത്ത് നിന്നുള്ള ഇരുമ്പിൻ്റെ തരി, അതായത് വളരെ പൗഡേർഡ് ആയിട്ടുള്ള മെറ്റൽ പീസ് നമ്മുടെ കണ്ടൻസറിലോട്ടോ അല്ലെങ്കിൽ ഈ പൈപ്പ് ലൈൻസിലോ വല്ല ഉണ്ടോ എന്ന് കൺഫേം ആക്കുക. അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കംപ്രസറും കണ്ടൻസറും റീപ്ലേസ് ചെയ്യുക. ഇവാപ്പറേറ്റർ അസംബ്ലി കൂടെ അഴിച്ച് നോക്കിയിട്ട് അതിനകത്തും എന്തെങ്കിലും രീതിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലീൻ ചെയ്തിടുക, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ മാറിയാൽ മാത്രം പിന്നെ ഈ ഒരു AC നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്തിടുക.